നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇനി പൂജകളൊക്കെ അതിന്റെ മുറ പോലെ നടക്കട്ടെ. കെട്ടടാ മോനെ. വിഷ്ണു, എന്നെ ധിക്കരിക്കാൻ അതിന്റെ പുറപ്പാടല്ലേ? അല്ല, എന്റെ ശാലിനിക്ക് ഞാൻ കൊടുത്ത വാക്ക് പാലിക്കാൻ. ഇത് കഴിഞ്ഞുള്ള വരുംവരായികളെല്ലാം ഒരിക്കൽ നീ അനുഭവിച്ചതാ. ആ ഒരു അനുഭവത്തിന്റെ പുറത്ത് എനിക്കിപ്പോ ഇത് ചെയ്തേ പറ്റൂ അമ്മേ. അതുകൊണ്ട് അമ്മ എന്നോട് അങ്ങ് ക്ഷമിക്കുക. വിഷ്ണു, ഒരൊറ്റ രാത്രി കൊണ്ട് ഇരുട്ടി വെളുക്കുന്നതല്ല ലോകം. അമ്മേ, ആ ലോകത്ത് നടക്കാനും നിൽക്കാനും പഠിപ്പിച്ചത് അമ്മ തന്നെയല്ലേ. ഇനി ഞാനൊന്ന് സ്വയം നടന്നു നോക്കട്ടെ. ദേ, തെന്നി വീഴുമ്പോഴേ പിന്നാലെ വരണമെന്ന് പറയരുത് എന്നോട്. അല്ല, ഇനി അമ്മയുടെ കൺവട്ടത്ത് പോലും ഞാൻ വരില്ല. ഓ, ഞാനുമായിട്ടുള്ള സകല ബന്ധങ്ങളും അറുത്തു മുറിച്ചിട്ടേ നീ ഇവളുടെ കഴുത്തിൽ താലി കെട്ടാൻ പാടുള്ളൂ. ഡാ വിഷ്ണു, മുഹൂർത്തം കഴിയുന്നു. നീ താലി കെട്ട്. ബാക്കി പ്രസംഗമൊക്കെ നമുക്ക് പിന്നെ കേൾക്കാം. വിഷ്ണു, ഒരമ്മ മനസ്സ് നൊന്ത് പ്രാഗിയ. 7 ജന്മം കഴിഞ്ഞാലും ഏത് പാപനാശിനിയിൽ കുളിച്ചാലും അത് മാറില്ല. ഇപ്പൊ നീ ഇവളുടെ കഴുത്തിൽ താലി കെട്ടുമായിരിക്കും, പക്ഷേ സ്വസ്ഥതയോടെ നീ ഇവളുടെ ഒപ്പം ജീവിക്കില്ല ഒരു നിമിഷം പോലും. കേട്ടടാ. പിന്നെ ദുർവാസാവിന്റെ കൊച്ചുമോളൊന്നും അല്ലല്ലോ ശപിച്ച് കല്യാണം മുടക്കി കളയാൻ. കഷ്ടം. കേട്ടോ അങ്ങോട്ട്. തിരുമേനി, പൂജ നടക്കട്ടെ. ശാലിനി വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.